മനുഷ്യന്റെ അടുക്കിലേക്ക് കടന്നു വരും. അതാണ് കല്ലറകൾക്കിടയിൽ താമസിക്കുന്ന ഭ്രാന്തൻ. അവരവന്റെ ചങ്ങലയിൽ ബന്ധിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൻ എല്ലായ്പ്പോഴും രക്ഷപ്പെട്ടു. ദയവായി ഈ യേശുവിന്റെ കൂടുതൽ കോപം ഉണ്ടാക്കാതിരിക്കട്ടെ. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ യേശുവേ, എന്നിൽ നിന്ന് നിനക്ക് എന്താണ് വേണ്ടത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അശുദ്ധാത്മാവേ, നിന്റെ പേരെന്ത്? കാരണം ഞങ്ങൾ പലരാണ്. ഈ മനുഷ്യനിൽ നിന്ന് പുറത്തു പോകും. അവർ ഒരു പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. അവർ കുന്നിൻ ചെരുവിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞു കയറി മുങ്ങി മരിച്ചു. എനിക്കെന്ത് സംഭവിച്ചു? ഞാൻ സൗന്ദര്യനായി. അതാ അവൻ ശാന്തനായിരിക്കുന്നു. അവനെ നോക്കൂ, അവൻ പൂർണ്ണമായി മാറിയിരിക്കുന്നു. യേശുവേ, ഞാനും അങ്ങയുടെ കൂടെ വന്നോട്ടെ. വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് വേണ്ടി എത്രമാത്രം ചെയ്തുവെന്ന് പറയുക. പുരുഷാരത്തിനിടയിൽ ഒരു സ്ത്രീ യേശുവിനെ കാണുവാൻ കൊതിയോടെ വന്നു. അവൾ 12 സംവത്സരമായി രോഗം സഹിക്കുന്നു. രക്തസ്രാവം മൂലം അവശയായി, എല്ലാവരാലും ഒറ്റപ്പെട്ടു, തകർന്ന അവസ്ഥ. ഒരു വൈദ്യന്മാർക്കും അവളെ സഹായിക്കാൻ കഴിയില്ല. എല്ലാം നഷ്ടമായ അവസ്ഥയിൽ അവസാന പ്രതീക്ഷയുമായി യേശുവിൻ്റെ അടുക്കലെത്തുന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും. അവൾ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ മുന്നോട്ട് ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. അവൾ പെട്ടെന്ന് സ്തംഭിച്ചു നിന്നു. അത് നിന്നു, ഞാൻ പൂർണ്ണമായി സൗഖ്യമാകും. എന്നെ തൊട്ടുതാ. ഞാനില്ല. ഗുരു, അങ്ങേക്ക് ചുറ്റും ജനക്കൂട്ടമല്ലയോ? ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. സ്ത്രീ പതുക്കെ മുന്നോട്ട് നീങ്ങി വിറച്ചു മുട്ടുകുത്തി. അത് ഞാനാണല്ലോ കർത്താവേ. എനിക്ക് വർഷങ്ങളായി രക്തസ്രാവമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങയുടെ വസ്ത്രത്തിൽ സ്പർശിച്ച നിമിഷം എനിക്ക് സൗഖ്യമായി. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് കർത്താവിന്റെ കാൽക്കൽ വീഴുന്നു. കർത്താവെ, എൻ്റെ ഏക മകൾ മരിപ്പാറയിൽ കിടക്കുന്നു. അങ്ങയുടെ വീട്ടിൽ കടന്നു വന്നു അവളുടെ മേൽ കൈവച്ച് സൗഖ്യമാക്കണം. യേശു യായിറോസിന്റെ വീട്ടിൽ കടന്നു പോകാൻ തുടങ്ങുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും ഒരാൾ കടന്നു വരുന്നു. നിന്റെ മകൻ മരിച്ചുപോയി, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട. ഞാൻ വളരെ വൈകിപ്പോയി. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും. അവർ യായിറോസിന്റെ ഭവനത്തിലേക്ക് പുറപ്പെടുന്നു. ഭവനത്തിൽ എത്തിയ യേശു അവിടെ കരയുന്നവരോട്, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങിയത്രേ. അവിടെ നിൽക്കുന്നവർ അവൾ മരിച്ചു എന്ന് പറഞ്ഞു യേശുവിനെ പ്രവേശിക്കാൻ തുടങ്ങി. അവൾ മരിച്ചുവെന്ന് വ്യക്തമാണ്. അതെ, അവൾ മരിച്ചു. യേശു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കുട്ടിയുടെ മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ട് ബാലയുടെ അടുക്കലേക്ക് ചേർന്നു. ബാലെ, എഴുന്നേൽക്ക. ഉടനെ കുട്ടി കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റു വരുന്നു. അവളുടെ അമ്മയപ്പന്മാരിൽ കണ്ടു വിസ്മയിച്ചു. എന്റെ മകൾ മരണത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ചിരിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അവർക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ കൊടുക്കും. ഈ സംഭവിച്ചത് ആരോടും പറയരുത്. വാതിലിൽ നിന്നാൽ വെറും ബന്ധനങ്ങളുടെ അഭാവമല്ല, അത് ആത്മാവിന് സമാധാനവും ശരീരത്തിന് സൗഖ്യവും മരണത്തിന്മേൽ വിജയമാകുന്നു. ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യ സ്വാതന്ത്ര്യം യേശുവിൽ മാത്രമേ കിട്ടുകയുള്ളൂ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രം ആകും.